ഹലോ, ആ ഇതെന്റെ മുതലാളിയുടെ നമ്പറാ. ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നില്ലേ? ഇതെന്റെ മുതലാളിയുടെ നമ്പറാ. കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചിരുന്നില്ലേ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം പറഞ്ഞ്? തിരക്കാണോ? തിരക്കാണോ? എന്റെ പേര് ശ്രീലാല്. എന്താ? എന്റെ പേര് ശ്രീലാൽ. SR ലാൽ. SREE LAL. ഇതെന്റെ മുതലാളിയുടെ നമ്പർ. ഇതിൽ തിരിച്ച് വിളിക്കല്ലേ? എന്തായാലും മറ്റേ ഫോൺ കേടാ. ഒരു ഫോൺ മേടിച്ചു തരുമോ എനിക്ക്? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങളാണെങ്കിൽ അറിയാമോ, നമ്മുടെ ഈ ബാംഗ്ലൂര് മത്തിക്കര അറിയാം? മത്തിക്കര അവിടെ ടേണിങ്ങിൽ ഒരു പഞ്ചർ ഷോപ്പ് നടത്തുക. ഏത് ശമ്പളം? ദിവസം ഡെയിലി ആണെങ്കിൽ ഒരു 400 രൂപ കിട്ടും. മഴയാണെങ്കിൽ മാസം മലയാളി മാസം എത്ര എനിക്ക് കിട്ടുന്നത്? 400 ആകുമ്പോഴത്തേക്ക് 12 12,000 10-15,000 രൂപ കിട്ടും. 10-15,000 രൂപ കിട്ടും. എങ്ങനെയാണേലും എല്ലാം ചെലവെല്ലാം കഴിഞ്ഞ് 10-15,000 രൂപയ്ക്ക് മേളിൽ കിട്ടും. പിന്നെ ഭാര്യയുണ്ട്. ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ കൂട്ടി എങ്ങനെയാണെന്നും 10 കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവാം തട്ടിമുട്ടി. എനിക്കും ഭാര്യയ്ക്കും കൂടെ 10-22 രൂപ കിട്ടും. 22,000 രൂപ കിട്ടും എനിക്കും ഭാര്യയ്ക്കും കൂടെ. മിനിമം സാലറി 20 ഉണ്ട്. ഉണ്ട്. അത്രയൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉണ്ട്. ഈ 20 ഒക്കെ കിട്ടും. 20 ഒക്കെ കിട്ടും. മഴ ഉണ്ടെങ്കിൽ കുറവായിരിക്കും. മഴ ഇല്ലെങ്കിൽ കിട്ടും. പറ മാഷെ, പറ. കേൾക്കുന്നുണ്ട്. എനിക്ക് 20 മേളിൽ കിട്ടും. 20 കിട്ടും. 20 കിട്ടും. എന്ത് ബാങ്ക് ആണെങ്കിൽ സാലറി ഒന്നുമില്ല. ബാങ്ക് ഒന്നുമില്ല. കയ്യിലാ തരുന്നത്. കയ്യിലാ കിട്ടുന്നത്. സാലറി അതെന്ന് പറഞ്ഞാ അതെന്തുവാ? സ്ലിപ്പൊന്നും കിട്ടത്തില്ല. പേപ്പറിന് പോലും ഞാൻ തരാറില്ല. കയ്യിലാ കിട്ടുന്ന. സ്ലിപ്പൊന്നും കിട്ടത്തില്ല. ഞാൻ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം മുതലാളി എന്താ ഈ സ്ലിപ്പ്? ശമ്പള സ്ലിപ്പ് മുതലാളിക്ക് സംസാരിക്കാവോ? ഞാൻ മുതലാളിയുടെ കൊടുക്കാം. മുതലാളിക്ക് സംസാരിക്കാവോ? ഒരു മിനിറ്റ്. ഹലോ. പറഞ്ഞോളൂ. അല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞോ. എനിക്കതൊന്നും മനസ്സിലാവില്ല. മലയാളത്തിൽ പറഞ്ഞായിരുന്നെങ്കിൽ. പുള്ളിക്ക് ഞാനൊരു 10-15 വെച്ച് കൊടുക്കും മാസം. 15 ഇല്ല ടീച്ചറെ. മിനിമം സാലറി 20 എടുക്കാൻ പോകും. 20 എടുത്തു കഴിഞ്ഞാൽ 20 എടുക്കാൻ പോകും. സാലറി ഷീറ്റ് എടുക്കുമോ? സാലറി ഷീറ്റ് ഞാൻ വേണേൽ എന്റെ സീലൊക്കെ അയച്ച് എടുത്തുതരാം. എന്റെ സീലൊക്കെ ഉണ്ട്. അങ്ങനെ വേണേ കൊടുക്കാം. സാലറി 21 എടുക്കുമോ? 21 ഇരിക്കില്ല. ഒരു 15. ഭാര്യയുടെ കൂടെ കൂട്ടി അതെനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവനൊരു 15 കൊടുക്കുന്നുണ്ട്. 6-7 രൂപ. മിനിമം സാലറി എടുക്കാൻ പോ. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോട്ടെ. 25 എടുക്കുമോ? 25 മിനിമം വേണം. വേണം. അത് ഞാൻ കൊടുക്കാം. ഞാൻ അങ്ങനെ 25 എഴുതി തരാം. അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ നിങ്ങളെ കൂട്ടാളി അവിടെ ഉണ്ടോ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എന്റെ കൂടെ ജോലി ചെയ്യുന്ന, എന്റെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന നല്ല പണിക്കാരനൊക്കെയാ. നല്ല പണിക്കാരനാ. അവന് വേണം ഞാനൊരു 2-3 വർഷം കഴിയുമ്പോഴത്തേന് ഒരു 25 ഒക്കെ കൊടുക്കാം. അവൻ അതുപോലെ നല്ല പണി ചെയ്യും.
ഇപ്പം വേണേ ഈ കുട്ടിക്ക് വേണേ ഒരു 25 വെച്ച് ഞാൻ എഴുതി കൊടുക്കാം അവന്, അതൊന്നും പ്രശ്നമല്ല. 25 കൂട്ടാളി അങ്ങനെ കൂട്ടാളി ഉണ്ടോ എനിക്ക് കൊടുക്കാൻ പോകുന്ന നമ്പർ 25 ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാനാണ് സീൽ ചെയ്ത ഇതിലെ എഴുതി തരും, പ്ലെയിൻ പേപ്പറിൽ സീൽ വെച്ച് ഞാൻ എഴുതി തരാം 25 കൊടുത്തു എന്ന് പറഞ്ഞു. കൊടുക്കുമോ കൂട്ടാളി നമ്പർ? കൂട്ടാളിയോ? നിങ്ങളുടെ കൂട്ടാളി ആരും ഉള്ളോ റിലേഷൻ ഫ്രണ്ട്സ്? നമ്പർ കൊടുക്കുമ്പോ നമ്പർ വേണോ? നമ്പർ വേണം. നിന്റെ കൂട്ടുകാരേതെങ്കിലും നമ്പർ ഉണ്ടോടാ? അവക്ക് വേണോന്ന്? അവന്റെ നമ്പർ പറ. ഹലോ, ഒരു നിമിഷം നിൽക്കണേ. ചേട്ടാ ഒരു നിമിഷമാക്കോ. ഇങ്ങനെ നിങ്ങളെ കൂട്ടാളിക്ക് ബാംഗ്ലൂരിൽ ജോലി ചെയ്തിട്ടുമോ? ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുമോ? ബാംഗ്ലൂരിൽ ജോലി ചെയ്തിട്ടുമോ? ബാംഗ്ലൂർ ജോലി കിട്ടുമോന്നോ? ബാംഗ്ലൂരല്ല അവൻ ജോലി ചെയ്യുന്നത്. ഓൺലി ബാംഗ്ലൂർ. ഒരു നിമിഷം, ഒരു പണി വന്നു, ഞാൻ അവന് കൊടുക്കാം. പറ എന്തോ? ഹലോ ചേച്ചി പറയേച്ചി എന്തോ? എന്ത് ചേച്ചാ നിങ്ങളെ കൂട്ടാളി നമ്പർ കിടക്കുമ്പോ? കൂട്ടുകാരുടെ നമ്പർ എന്റെ നമ്പർ പോലെ കൂട്ടുകാരുടെ നമ്പറൊക്കെ മേടിച്ച് എന്തെടുക്കാൻ പോകുന്ന? അങ്ങനെ സാലറി എടുക്കാൻ പോ 25 എടുക്കുമോ? 25 സാലറി കിട്ടുന്നത് ഇപ്പൊ ഞാൻ ഇതിനൊക്കെ സാലറി എന്നൊക്കെ പറഞ്ഞ എന്തോ ഇത് ഞാൻ പറഞ്ഞില്ലയോ, വണ്ടി വരുവാണെങ്കിൽ കൂടുതൽ പഞ്ചർ ഒട്ടിക്കും, കൂടുതൽ പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സാലറി കിട്ടും. അല്ലാതെ ഇപ്പൊ എങ്ങനെയാ ആക്കുന്നേ? ഇല്ല, മുതലാളി പറഞ്ഞ് 25 രൂപയ്ക്ക് പേപ്പറിനുണ്ട്